നമസ്കാരം. കേരളം പിന്നെയും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഒന്നാമതേ ഉത്തരേന്ത്യക്കാരും മറ്റു ചിലരുമൊക്കെ കേരള സാർ 100% ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്താണെന്നല്ലേ, പാലക്കാട് തൃത്താലയിലാണ് ഈ സംഭവം. അവിടെ ഒരു പള്ളിയിൽ, ഒരു മുസ്ലിം പള്ളിയിൽ, ആ പള്ളിയിൽ ഉറൂസ് നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ആന എഴുന്നള്ളത്തിപ്പൊക്കുണ്ട്. അപ്പോൾ അത് ഈ പള്ളിയിലാണ് നടക്കുന്നതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ നടക്കുന്ന പോലെ ആനയും നെറ്റിപ്പട്ടവും മറ്റുമൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ കുടമാറ്റമൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് കുടമാറ്റം ചെയ്യുമ്പം ചില ചിത്രങ്ങളുമൊക്കെ കാണിക്കുമല്ലോ കുടയിൽ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ചില ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അത് ഹമാസ് ഭീകരവാദികളുടെയാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആ തീവ്രവാദികളുടെ ഒന്നുമല്ല. ഇസ്രയേൽ പടമാക്കി അങ്ങ് ഹൂറിവാദം പുൽകിച്ച യഹ്യാ സിൻവർ, അതേപോലെ തന്നെ ഇസ്മായിൽ ഹനിയ തുടങ്ങിയ ഇവരെ സംബന്ധിച്ചിടത്തോളം, സുഡാപ്പികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺകണ്ട മുത്തുകളായ ഈ ഭീകരവാദികളുടെ ചിത്രങ്ങളാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ കാണുമ്പോൾ ചിലർക്ക് നല്ല രോഷമൊക്കെ കൊള്ളുന്നുണ്ട്. അവരോട് പറയുന്നത്, നിങ്ങൾ രോഷമൊന്നും കൊള്ളേണ്ട കാര്യമില്ല, ഇത്തരം കാര്യങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കണം. ഈ തൃത്താല എന്ന് പറയുന്ന മണ്ഡലം MP രാജേഷിൻ്റെ മണ്ഡലമാണ്, മന്ത്രിയാണ്. മുൻപ് അവിടെ MLA ആയിരുന്ന ആൾ VT ബൽറാമാണ്. രണ്ടുപേരും മതേതരം ഇങ്ങനെ ഊട്ടി ഉറപ്പിക്കുന്ന ടീമുകളാണ്. അതിനാൽ തന്നെ ഇതിലും ഒന്നും മിണ്ടാനുള്ള സാധ്യതയില്ല. എന്തെങ്കിലുമൊക്കെ മൊഴിയണമെങ്കിൽ നട്ടൽ എന്ന് പറഞ്ഞ ഒരു സാധനം വേണമല്ലോ. അതുണ്ടെങ്കിൽ എന്തെങ്കിലും ആർജവത്തോടെ നിവർന്ന് നിന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി രോഷം കൊള്ളുന്നവരോട്, നിങ്ങൾ രോഷമൊന്നും കൊള്ളണ്ട. നരേന്ദ്രമോദി ഒരു 10 തവണ കേരളത്തിൽ വന്നു പോകുന്നതിൻ്റെ ബലം ചെയ്യും ഇതുപോലുള്ള ഓരോ സംഗതികളും കേരളത്തിൽ അരങ്ങേറുമ്പോൾ. അതിനാൽ അതിനെ നിങ്ങൾ നിശബ്ദമായിട്ട് അങ്ങ് പ്രോത്സാഹിപ്പിച്ചേക്കുക. കാരണം ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ പരമാവധി. അതിനനുസരിച്ച് ദേശീയവാദികളുടെ എണ്ണം കൂടും, BJPക്കാരുടെ എണ്ണം കൂടും, സംഖ്യകളുടെ എണ്ണം കൂടും. ഒരു സംശയം വേണ്ട. കാരണം ഏതൊരു പാർട്ടിയെ വെച്ച് നോക്കിയാലും, അതിനി മുസ്ലിം ലീഗ് ഒഴിച്ചു നിർത്തിയാൽ, ആ പാർട്ടി ജയിക്കുന്നത് ആ പാർട്ടിയുടെ വോട്ട് കൊണ്ട് മാത്രമല്ല. അതിൽ ഈ രാഷ്ട്രീയമൊന്നുമില്ലാത്ത, മതവിശ്വാസമൊന്നുമില്ലാത്ത, ഈ അന്ധമായ രാഷ്ട്രീയമോ മതമോ ഒന്നും കൊണ്ടു നടക്കാത്ത നിഷ്പക്ഷമായിട്ടുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ആര് ഇന്ത്യ ഭരിക്കണം, ആര് കേരളം ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അത്തരക്കാർ ഇതൊക്കെ കാണുകയാണ് ചെയ്യുന്നത്. അത്തരക്കാർ കാണുമ്പോൾ ശരിക്കും അത്തരക്കാരുടെ ഉള്ളിൽ ഭയം ഉണ്ടാവും, പക്ഷേ അവരത് പുറത്ത് പ്രകടിപ്പിക്കില്ല. അവരത് പ്രകടിപ്പിക്കുന്ന സമയമാണ് വോട്ടെടുപ്പ് വരുന്ന സമയം. അത്തരക്കാരിൽ അവർ ഓരോ തവണ വോട്ട് ഇടാൻ പോകുമ്പോഴും അവർ ചിന്തിക്കും, ഇത്തരക്കാരെ ഇനിയും പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് വോട്ട് കൊടുക്കണോ അതോ ഇവരെ എതിർക്കുന്നവർക്ക് വോട്ട് കൊടുക്കണോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്കെതിരെ കേസെടുക്കണം, അല്ലെങ്കിൽ പോലീസ് നടപടി എടുക്കുന്നില്ല എന്നൊന്നും മുറവിളിയൊന്നും കൂട്ടണ്ട. പറ്റുമെങ്കിൽ അവരുടെ എല്ലാ മോസ്കുകളിലും ഇത്തരം കാര്യങ്ങൾ അരങ്ങേറാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയാവണം. അവർ വീണ്ടും വീണ്ടും പറയണം, കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് തന്നിരിക്കണം. അങ്ങനെ കേരളം ആ കാര്യത്തിൽ കൂടി നമ്പർ 1 ആവട്ടെ. അല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാനാ? ആവട്ടെ, ഇഷ്ടം പോലെ ആവട്ടെ. ഇതൊക്കെ ഹലാലാണോ ഹറാമാണോ എന്ന് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ചിത്രമെടുക്കാൻ പാടില്ല, ഫോട്ടോ വെക്കാൻ പാടില്ല എന്നൊക്കെയാണ് പൊതുവേ പറയുന്നത്. എന്നിട്ട് ഭീകരവാദികളുടെ ഫോട്ടോ ഒക്കെ പിടിച്ചുകൊണ്ട് ഉറൂസ് നടത്തുകയാണ്, അതും മുസ്ലിങ്ങളുടെ പള്ളിയിൽ. പോരെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ ആന, നെറ്റിപ്പട്ടം, മറ്റ് കിടുമണികളെല്ലാം. ഇതെങ്ങോട്ടാണ് ഈ പോക്ക്? എങ്ങോട്ടെങ്കിലും ആവട്ടെ, രാഷ്ട്രീയമായിട്ട് ദേശീയവാദികൾക്ക് നല്ലതാണ്, BJPക്കും സംഘികൾക്കും വളരെ വളരെ നല്ലതാണ്. അത്ര ഇതിനകത്ത് പറയാനുള്ളത്.